ഹലോ നീറ്റ് ആസ്പിരൻസ്, വെൽക്കം ബാക്ക്. എങ്ങനെ പോകുന്നു നിങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ? ഉഷാറായിട്ട് പോകുന്നുണ്ടോ? ഇപ്പോൾ നീറ്റ് എക്സാമിന് ആകെ 2 മാസം കൊണ്ട് സമയമുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെയ് 3 നിങ്ങൾ നീറ്റ് എക്സാം വരാൻ പോകുന്നത്. നീറ്റിൻ്റെ അവസാന അപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 8. അതേപോലെ ഫീ പേയ്മെൻറ്റ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡ് വഴിയോ അല്ലെങ്കിൽ UPI പേയ്മെൻറ്റ് വഴിയോ ഒക്കെ എന്ത് ചെയ്യാവുന്നതാണ്, ഫീസ് അടയ്ക്കാവുന്നതാണ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാർച്ച് 10 മുതൽ 12 വരെ, അതായത് മാർച്ച് 10, 11, 12 തീയതികളിൽ നിങ്ങളുടെ ഈ ഡാറ്റ കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പം വൺ ടൈം ആണത്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു തവണ മാത്രം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എത്ര കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോയിൽ മിസ്റ്റേക്സ് ഉണ്ട്, നിങ്ങളുടെ പേരിൽ മിസ്റ്റേക്സ് ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് മിസ്റ്റേക്സ് ഉണ്ട് എന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അത് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മുതൽ 12 വരെയാണ്. 10-ാം തീയതി എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. www.neet.nta.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് കാണാവുന്നതാണ്. അവസാന 2 മാസം എന്ന് പറയുമ്പോൾ എക്സാമിനേഷൻ സമയമാണ്. മാക്സിമം നിങ്ങൾ എത്രത്തോളം എക്സാമിന് ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് എക്സാം എഴുതുന്നോ അത്രത്തോളം നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ വെറുതെ എഴുതിയാൽ പോരാ, നിങ്ങളെ തെറ്റുകൾ കൃത്യമായിട്ട് റെക്ടിഫൈ ചെയ്ത് അതിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങൾ നെഗറ്റീവ്സ് എവിടെയാണ് വരുന്നത് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡിസിപ്ലിൻ ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ഡിസിപ്ലിനോട് കൂടി, നിങ്ങൾ ആത്മവിശ്വാസത്തോട്, സെൽഫ് ബിലീഫോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. നിങ്ങളുടെ സമയങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ് കിട്ടുന്നതാണ്. MBBS നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഒരു ടെൻഷനും വേണ്ട. ടെൻഷനൊന്നും ഇല്ലാതെ കൂളായിട്ട് നിങ്ങളെ കൊണ്ടാവുന്ന പോലെ നിങ്ങൾ മാക്സിമം പഠിക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കാവുന്നതാണ്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ പാതി നിങ്ങൾ ചെയ്യുക, ദൈവത്തിൻ്റെ പാതി ദൈവം ചെയ്തോളും. എല്ലാവരും നല്ലോണം പഠിക്കുക.